അങ്ങനെ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അടുത്തൊരു ട്രാവൽ വീഡിയോ ആയിട്ട്. ട്രാവൽ വ്ളോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് മിൽഫോർഡ് സൗണ്ടിലേക്കാണ്. മിൽഫോർഡ് സൗണ്ട് ന്യൂസിലൻഡിലുള്ളവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അല്ലാത്തവർക്കും കൂടെ വേണ്ടി ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്. സൗത്തിലെ ഒരു എന്താ പറയുക അടിപൊളി ടൂറിസ്റ്റ് സ്പോട്ടാണ്. എനിക്ക് തോന്നുന്നു ന്യൂസിലൻഡിൽ നോർത്താണെങ്കിലും സൗത്താണെങ്കിലും എവിടെയുള്ള ആൾക്കാരാണെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ വന്നതിന് ശേഷം ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളിൽ ഈ 5 പേരും ഇതുവരെ പോയിട്ടില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും ഫസ്റ്റ് ടൈമാണ്. ഞാനിവിടെ വന്നിട്ട് ഒരു കൊല്ലമായെങ്കിലും ഇതുവരെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോകാൻ പറ്റിയില്ല. കാരണം എല്ലാവരുടെ ഡ്യൂട്ടി സമയവും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇത് അത്യാവശ്യം ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് ദൂരമുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച സൗത്ത് ആയതുകൊണ്ട് കുറച്ച് അടുത്തായിരിക്കും, ഈ ക്വീൻസ് ടൗണൊക്കെ പോലെ. പക്ഷേ എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 3 മണിക്കൂറൊക്കെ എടുത്തു എന്ന് തോന്നുന്നു. എന്തായാലും 2 മണിക്കൂറിന് മേലെ ഉണ്ട്. അപ്പം ഞങ്ങളാണെങ്കിലോ ഭയങ്കര ലേറ്റായിട്ടാണ് അവിടെ എത്തിയത്. അവസാനം ഒരു 5 മിനിറ്റ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ ക്രൂസ് എടുക്കാനായിട്ട്. അപ്പം നമ്മൾ ഓൾറെഡി ഇത് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ നേരത്തെ എത്തിയില്ലെങ്കിൽ അവർക്കൊരു പ്രശ്നമില്ല. അവർ ക്രൂസ് എടുത്തുകൊണ്ട് പോകും, നമ്മുടെ കാശ് പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നോർത്തിലുള്ള ആൾക്കാർ, ഇപ്പം അപ്പുവേട്ട നോർത്തിലാണ്. അപ്പോൾ അപ്പുവേട്ടയൊക്കെ ഇവിടെ സൗത്തിൽ വന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ വല്യമ്മയും വല്യച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും സൗത്തിൽ ഈ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ഭാഗമൊന്നും കാണാൻ വരാതെ അവർ മിൽഫോർഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും കാണുന്നൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങൾക്ക് ഇപ്പോഴാണ് ആ ഒരു എന്താ പറയുക ആ ഒരു നിമിഷം എത്തിയത്. അങ്ങനെ ഞങ്ങൾ പോയി. കാരണം എന്താ പറയുക, പലരും പറയും മഴയുള്ള സമയത്ത് പോയാൽ കുറച്ചുകൂടെ രസം. കാരണം ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ടാവും. അത് ശരിയാട്ടോ. കാരണം ഞങ്ങൾ തലേ ദിവസം അതിൻ്റെ തലേ ദിവസമൊക്കെ നല്ല മഴയായതുകൊണ്ട് വെനസ്ഡേ മഴ ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ നോക്കിയപ്പോൾ മഴയില്ലയെന്ന് അറിയാമായിരുന്നു. എന്നാലും ഞങ്ങൾ ക്രൂസിൽ കയറിയപ്പോൾ മഴ ചെറുതായിട്ടുണ്ടായിരുന്നു. ഒരുപാട് വാട്ടർഫോൾസ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും കൊള്ളായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഓരോ സീസണിലും അതിൻ്റേതായ ഭംഗി ഉണ്ടാവുമായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ അറിയാം കുറേ മഞ്ഞൊക്കെ കാണുന്നത്. അപ്പം ഞങ്ങൾ പോയ സമയം ഏകദേശം ആ ഒരു എന്താ പറയുക മഴയില്ലാതെ മഞ്ഞൊക്കെ ഉള്ളൊരു സമയമായിരുന്നു കേട്ടോ. പിന്നെ പോകുന്ന വഴിയൊക്കെ കണ്ടല്ലോ, ഒരു ഹെയർ പിന്നൊക്കെ പോലെ. എനിക്കാണെങ്കിൽ അങ്ങനത്തെ സ്ഥലം അധികം ഇഷ്ടമല്ല. കാരണം എനിക്ക് വൊമിറ്റ് ചെയ്യാനൊക്കെ വരും. പക്ഷേ എന്നാലും കുഴപ്പമില്ലായിരുന്നു. കാരണം അത്രയും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ക്രൂസിൽ കയറി. ഞങ്ങൾ ഭയങ്കര ഓടിക്കതച്ചൊക്കെയാണ് വന്നത്. കാരണം അവിടെ ആളെത്തിയില്ലെങ്കിൽ നമ്മൾ പോവില്ല എന്ന് നേരത്തെ അലഞ്ചേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഓടിക്കതച്ചൊക്കെയാണ് പോയത്. പിന്നെ നമ്മൾ 130 പെർ പേഴ്സൺ വരുന്ന $130. പിന്നെ നമുക്ക് വേറെ അഡീഷണൽ ഫുഡ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അഡീഷണൽ കൊടുക്കണമെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങളൊന്നും കൊണ്ടുപോയില്ല. ഞങ്ങൾ വിചാരിച്ചു ഒന്നും കയറ്റാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നമുക്ക് കൊണ്ടുപോകായിരുന്നു. പക്ഷെ ഞങ്ങൾ കൊണ്ടുപോയില്ല. ഇനി അവിടെ എത്തിയിട്ട് വെറുതെ നമ്മൾ പുറത്ത് വെക്കേണ്ട അങ്ങനെയൊക്കെ സാഹചര്യം വേണ്ടാന്ന് വെച്ചിട്ട്. അപ്പം ഈ ക്രൂസിലാണ് ഞങ്ങൾ കണ്ടല്ലോ നേരത്തെ, ആ ക്രൂസിലാണ് ഞങ്ങൾ പോയത്. ഇനി അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. മിൽഫോർഡിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഒരു അറിവിൽ കേട്ടോ, എത്രമാത്രം ശരിയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. 2 ഗ്രൂപ്പ്സ് ഉണ്ട്. അതായത് കിവീസും ഉണ്ട്, അതുപോലെ മൗറീസ് ഉണ്ട്. മൗറീസിനെ പലരും പല പ്രൊനൗൺസിയേഷനാണ് പറയുന്നത്. മൗറീസ് ഇവിടുത്തെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. അപ്പം അവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്ന ഒരു ദൈവം, ഒരു ഗോഡ് അവരുടെ ആക്സും അതുപോലെ അവരുടെ ഒരു പ്രയറും കൊണ്ട് സൃഷ്ടിച്ചതാണ് മിൽഫോർഡ് സൗണ്ട് എന്നുള്ളൊരു എന്താ പറയുക ഒരു വിശ്വാസം അവർക്കിടയിലുണ്ട്. പിന്നെ ഈ മിൽഫോർഡ് സൗണ്ട് എന്ന് പറയുന്നൊരു സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും അല്ല ഇതൊരു ഫിയോഡാണ്. അതായത് എന്താ പറയുക, ഈ മലയിൽ നിന്ന് ഈ ക്ലിഫ്, ഇതിൻ്റെ മെയിൻ ഭാഗം എന്ന് പറയുന്നത് തന്നെ ക്ലിഫ്, ഭയങ്കര പാറക്കെട്ടുകളാണ്. അപ്പം ഈ മഞ്ഞ് എന്താ പറയുക ഉരുകി താഴെ റിവറിലേക്ക് വന്ന് ഈ റിവർ നേരെ ചെല്ലുന്നത് ഒരു കടലിലേക്കാണ്.
അപ്പം അതിനെയാണ് ഈ ഫിയോർഡ് എന്ന് പറയുന്നത്. അപ്പം ന്യൂസിലൻഡിൽ ഒരുപാട് ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ടെങ്കിലും ഈ ഒരു മിൽഫോർഡിൽ മാത്രമാണ് ഈസിലി റോഡ് ത്രൂ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. വേറെ എവിടെയും അങ്ങനെ പറ്റുന്ന ന്യൂസിലാൻഡിൽ എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ കേട്ടിട്ടില്ല. മിൽഫോർഡ് സൗണ്ടിൻ്റെ സ്പെഷ്യാലിറ്റി തന്നെ ഒരു മിനിറ്റ് കണ്ടു. എന്താ പറയുക, ഡോൾഫിൻസ് എല്ലാം ഉണ്ട്. അധികമൊന്നും കാണാൻ പറ്റിയില്ല, പക്ഷെ ചെറുതായിട്ട് കാണാൻ പറ്റിയിട്ടോ. അപ്പുറത്ത് ഡോൾഫിൻ ഉണ്ട്. ഇവർ മൈക്കിൽ വിളിച്ചു പറയും ഇന്ന സൈഡാണ് ആ സൈഡാണെന്നൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ വേഗം ഓടുക കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം കാണാം. കാരണം അവർ ഡോൾഫിൻസ് ഇങ്ങനെ ചാടുന്ന സമയത്തൊന്നും നമുക്കങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. അപ്പം ചെറിയൊരു രീതിയിൽ എനിക്ക് എടുക്കാൻ പറ്റിയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊരു ഭയങ്കര റിമോട്ട് ലൊക്കേഷനാണ്. കാരണം നല്ല ഉള്ളിലോട്ട് പോയി ഭയങ്കര എന്താ പറയുക, നമുക്ക് ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുന്നൊരു ഫീൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ പാറക്കെട്ടുകളും അതുപോലെ മഴക്കാടുകൾ, റെയിൻ ഫോറസ്റ്റ്, അങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. 8th വണ്ടർ ഓഫ് ദ വേൾഡ് ആണെന്നും പറയപ്പെടുന്നുണ്ട്. ഒഫീഷ്യലി അല്ല, നോൺ ഒഫീഷ്യലി. പിന്നെ ഞങ്ങൾ താഴോട്ട് പോയി. ഞങ്ങൾക്ക് ഫുഡൊക്കെ വിശന്നു കിട്ടും ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ മേടിച്ചു, കഴിച്ചു. നൂഡിൽസ് വാങ്ങിച്ചു. സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു. സാൻഡ്വിച്ച് വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ നൂഡിൽസ് മീൻസ് എന്താ, കപ്പ് നൂഡിൽസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാവും. അങ്ങനെ വലിയ റേറ്റൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ അവസാനമായപ്പോൾ ഞങ്ങൾക്ക് വെജ് സാൻഡ്വിച്ച് അവിടെ കഴിക്കാൻ ആരും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവർ ബാക്കിയുള്ളതൊക്കെ എല്ലാവർക്കും ആവശ്യമുള്ളവർക്ക് എടുക്കാമെന്നുള്ളൊരു രീതിയിലായിരുന്നു. പിന്നെ ഇവിടെ ചെന്നപ്പം ഫോട്ടോ എടുക്കണോ വീഡിയോ എടുക്കണോ അതോ നമ്മൾ എൻജോയ് ചെയ്യണോ ഒന്നും മനസ്സിലാവാത്തൊരു രീതി. ആദ്യം ഞാൻ വിചാരിച്ചു ഫോട്ടോ ഒന്നും എടുക്കണ്ട, മീൻസ് അല്ലെങ്കിൽ ആദ്യം ഫോട്ടോ എടുത്ത് പിന്നെ നമുക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു, എല്ലാം കണ്ടൊക്കെ. പക്ഷെ അത് നടന്നില്ല. കാരണം ഓരോ സ്ഥലത്തും അതിന് ഓരോരോ ഭംഗിയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഫോട്ടോ എടുത്തില്ലെങ്കിൽ പിന്നെ മെമ്മറി ആയിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ച് പിന്നെ കുറേ ഫോട്ടോ എടുത്ത് അങ്ങനെയൊക്കെയായി. ഫോട്ടോസ് എല്ലാം ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഇടാം കേട്ടോ. ഞാൻ റീൽ എടുക്കണം, വീഡിയോ എടുക്കണം, അങ്ങനെ എൻ്റെ സിംഗിളായിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. ഒന്നും നടന്നില്ല. അതിൻ്റെ ഇടയിൽ കുറേ മഴ വന്നു. പിന്നെ ഓൺ ദി സ്പോട്ടിൽ ഞാനും അജു, അങ്കിത ചേച്ചിയും ഡാൻസൊക്കെ കളിച്ചു. ആ ഹരിയും സിദ്ധുവിനെയും വിളിച്ചിട്ട് വന്നതേ ഇല്ല. അപ്പം അങ്ങനെയൊക്കെ പിന്നെ ഞങ്ങൾ സീലിനെ കണ്ടു കേട്ടോ. പക്ഷെ അടുത്തൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ഇതാന്ന് തോന്നുന്നു മെയിനായിട്ടുള്ളൊരു വാട്ടർഫോൾസ്. പിന്നെ ഇവരെല്ലാ കാര്യങ്ങളും സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്, പക്ഷെ നമ്മളതൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ട് പകുതിയും കേട്ടില്ല. പിന്നെ ആൾക്കാരുടെ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് അതില്ലേ അങ്ങനെ. പിന്നെ ഹരി ഭയങ്കര ബിസിയായിരുന്നു ഈ വാട്ടർഫോളിൻ്റെ വീഡിയോ എടുക്കുന്നതിൻ്റെ. അപ്പം ഹരിയെ ഞങ്ങളിങ്ങനെ വിളിക്കുക ഇത് പോകുന്നതിൻ്റെ മുന്നൊന്നും വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട്, പക്ഷെ കിട്ടിയില്ല. പിന്നെ മഴ പോയി കുറച്ച് കഴിഞ്ഞപ്പം വെയിൽ വന്നപ്പോൾ റെയിൻബോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവിടെ എവിടെ നോക്കിയാലും റെയിൻബോ കാണും, പക്ഷെ ഇവിടെ വെച്ച് റെയിൻബോ കാണും. അങ്ങനെ ഞങ്ങൾ മിൽഫോർഡ് കഴിഞ്ഞ് ടിയാനോയിലെത്തിയപ്പം ഞങ്ങൾ ഒരു ഹോട്ടൽ കണ്ടപ്പം അവിടെ കയറി. ഇന്ത്യൻ ഹോട്ടലാണെന്ന് കണ്ടിട്ട് അറിഞ്ഞിട്ടാണ് കയറിയത്. മാംഗോ ലസ്സി അടിപൊളിയായിരുന്നു, വേറെ ഒന്നും കൊള്ളില്ലായിരുന്നു. നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു, പക്ഷേ ഒന്നും ടേസ്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക്